നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത് കോട്ടയം ജില്ലയിലെ ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, കാസർഗോഡ് ജില്ലയിലെ പൈവളികെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി K എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ ചിറക്കടവ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉണ്ട്. നമസ്കാരം ശ്രീ അഡ്വക്കേറ്റ് ശ്രീകുമാർ. ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ്. മികച്ച പഞ്ചായത്ത് പ്രസിഡന്റുള്ള അവാർഡ് ലഭിച്ച വ്യക്തി കൂടിയാണ്. ചിറക്കടവ് ഒരു ഹൈറേഞ്ചിന്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. മലയോരമായിട്ടുള്ളൊരു മേഖലയാണ്. വ്യത്യസ്തമായ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് പ്രധാനമായിട്ടും പഞ്ചായത്തിന്റെ ലക്ഷ്യം. എന്തൊക്കെ നൂതന പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി അധികാരത്തിലേറ്റതിനു ശേഷം പരമ്പരാഗതമായി ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വന്നിരുന്ന പദ്ധതികളും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ കാലഘട്ടത്തിന്റെ അനിവാര്യതകൾ ആവശ്യപ്പെടുന്ന നൂതനമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് പുതുതായി നടപ്പിലാക്കിയ ഒരു പുതിയ പദ്ധതിയാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ യജ്ഞം. ജനാധിപത്യം വലിയ വെല്ലുവിളികളെ നേരിടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതിന് ഭരണഘടനാ ബോധമുള്ള ഒരു ജനതതി ഉണ്ടാവണം എന്നുള്ളതാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായി ഞങ്ങൾ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ യജ്ഞം എന്നൊരു പദ്ധതിക്ക് രൂപം നൽകുകയുണ്ടായി. കിലയുടെ സഹായത്തോടുകൂടി അതിനാവശ്യമായിട്ടുള്ള സെന്റർമാർക്ക് പരിശീലനം നൽകുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ 30,000-ഓളം വരുന്ന 10 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും ഭരണഘടനയുടെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതിനുവേണ്ടി അതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സഹായത്തോടുകൂടി ചിറക്കടവിൽ നിയമസഭ പുനരാവിഷ്കരിക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ഒരു മെഗാ പരീക്ഷ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ 10 വയസ്സിൽ മുകളിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഒരു മെഗാ പരീക്ഷ നടത്തുകയും ആ മെഗാ പരീക്ഷയിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുകയും നല്ല സ്കോർ മേടിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക പുരസ്കാരം നൽകുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ +2, ഹൈസ്കൂൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഇവർക്കെല്ലാം വേണ്ടി പ്രത്യേകിച്ച് മെഗാ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുകയും മെഗാ ക്വിസ് കോമ്പറ്റീഷനിൽ പ്രൈസ് മേടിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ കിലയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും 2025 ജനുവരി 26 ഔദ്യോഗികമായി ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും വ്യത്യസ്ത പരിപാടികൾ തന്നെയാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന കാതൽ പ്രഭാതം പദ്ധതിയാണ്. എങ്ങനെയാണ് ഈ പദ്ധതിയൊക്കെ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ 5 ഗവൺമെന്റ് LP സ്കൂളുകളാണ് പ്രവർത്തിക്കുക. ഈ സ്കൂളിലെ കുട്ടികൾ പലപ്പോഴും അത് സാമ്പത്തികപരമായ ശേഷിയുള്ളവരാണെങ്കിലും അല്ലെങ്കിലും തിരക്ക് മൂലം പലപ്പോഴും രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ വരുന്നു എന്ന വിവരം ഞങ്ങൾക്ക് ലഭിക്കുകയും സ്വാഭാവികമായിട്ടും ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ബൗദ്ധിക ശക്തിയുള്ള പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് പോഷകാഹാരം പ്രഭാത ഭക്ഷണമായി കൊടുക്കുന്ന പ്രാതൽ കാതൽ എന്ന പരിപാടിക്ക് രൂപം നൽകി വളരെ വിജയകരമായ രീതിയിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 7 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഞങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചത്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ 350-ഓളം വരുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഇപ്പോൾ ഞങ്ങൾ കൊടുത്തു വരികയാണ്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. 2 തവണ ദൃശ്യം സാംസ്കാരികോത്സവമൊക്കെ സംഘടിപ്പിച്ച പഞ്ചായത്താണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്? സാംസ്കാരിക മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് ഞങ്ങൾ തിരിച്ചറിയും. പലപ്പോഴും ആധുനികവൽക്കരണത്തിന്റെ ആവിർഭാവത്തോടുകൂടി നഗരവൽക്കരണം ദ്രുതഗതിയിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നു വരികയും തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് സാംസ്കാരികപരമായ പരിപാടികളിലും പൊതുവിടങ്ങളിലും സമ്മേളിക്കുക എന്ന് പറയുന്ന മനുഷ്യന് അനിവാര്യമായ ഒരു സംഭവത്തിൽ നിന്നും ആളുകൾ മാറി നിൽക്കുകയും ചെയ്ത സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹനീയമായ തത്വത്തെ വിളിച്ചോതിക്കൊണ്ട് ദൃശ്യം എന്ന് പറയുന്ന വലിയ കലാവിരുന്നിന് മെഗാ ഫെസ്റ്റിന് ഞങ്ങൾ രൂപം നൽകുകയുണ്ടായി. 13 ദിവസം നീണ്ടു നിന്ന ആ മെഗാ ഫെസ്റ്റിൽ ഇന്ത്യയിലെ തന്നെ 9ഓളം സംസ്ഥാനങ്ങളിലെ പൈതൃക കലാരൂപങ്ങൾ
പൊൻകുന്നത്തിന്റെ മണ്ണിൽ അരക്കയറാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ നാട്ടിലെയും അതോടൊപ്പം തന്നെ ചെറുക്കടവ് പഞ്ചായത്തിന് വെളിയിലുമുള്ള നിരവധി കലാകാരന്മാർക്ക് വേദിയൊരുക്കി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തത് നാടിന്റെ തന്നെ ഒരു പുത്തൻ ഉണർവിന് കാരണമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നൂതന പദ്ധതികൾ തന്നെയാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ചിറക്കടവിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭൂപ്രകൃതി പറയുന്നത് ഒരു മലയോര മേഖലയാണ്. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഒരു കാർഷിക ഗ്രാമമാണോ, കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന കൂടുതൽ ആളുകളുണ്ടോ, അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ എങ്ങനെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് തികച്ചും ഒരു കാർഷിക മേഖലയാണ്. ഹൈറേഞ്ചിന്റെ കവാടം എന്നാണ് ഈ പ്രദേശത്തിനെ അറിയപ്പെടുന്നത്. മലയോര പ്രദേശമാണ്. കൃഷിയാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗം ആളുകളുടെ. പക്ഷേ റബ്ബർ കൃഷിയായിരുന്നു പ്രധാനമായിട്ടും ചെറുക്കടവുകാരുടെ പ്രധാനപ്പെട്ട വരുമാനമാണ്. റബ്ബറിന്റെ വില ഇടിഞ്ഞതോടുകൂടി റബ്ബർ കൃഷി വലിയ നഷ്ടമായി പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതി ഉണ്ടായി. കുറുമ്പൂക്ക് കൃഷികളും ധാരാളമായി ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നു. ചെറുക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിന്റെ 40% ഉൽപാദന മേഖലയിൽ വിനിയോഗിച്ചുകൊണ്ട് കൃഷി അനുബന്ധ വ്യവസായങ്ങൾക്കും വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ, കപ്പകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ, പച്ചക്കപ്പയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിപ്രോ എന്ന ഒരു സ്വയം തൊഴിൽ സംരംഭം തന്നെ കർഷകരുടേതായി ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞു. അത് വളരെ വിജയകരമായ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. അതുകൂടാതെ ആധുനിക പരീക്ഷണങ്ങൾ കാർഷിക മേഖലയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജലസേചന പദ്ധതികൾ ചെറുക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഞങ്ങൾ കാർഷിക വികസനത്തിനും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ഞങ്ങൾ ആ രംഗത്തും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. കൃഷി അനുബന്ധ മേഖല എന്ന രീതിയിൽ പശുവളർത്തലുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ പാലുൽപാദകരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇൻസെന്റീവ് നൽകുന്ന, അപേക്ഷകരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇൻസെന്റീവ് നൽകുന്ന ഒരു ബൃഹത് പദ്ധതി തന്നെ ഞങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കാലിത്തീറ്റ വിതരണം അപേക്ഷ നൽകുന്ന മുഴുവൻ പശുവളർത്തൽ കർഷകർക്കും കാലിത്തീറ്റ കൊടുക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. പശുവിനെ വാങ്ങാൻ വേണ്ടി സൊസൈറ്റിക്ക് പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്കും പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്തത്. ലഹരി ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതമാണ് ലഹരി എന്നൊരു പദ്ധതി അടക്കം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. എന്തൊക്കെ ലഹരി വിരുദ്ധ പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? അതിഗുരുതരമായ രീതിയിൽ ചെറുക്കടവ് പോലുള്ള ഗ്രാമപഞ്ചായത്തിനെ കൂടെ ബാധിക്കുന്ന രീതിയിലേക്ക് സിന്തറ്റിക് ലഹരിയുടെ വ്യാപനം ചെറുപ്പക്കാരിലും കുട്ടികളും വ്യാപകമായി വളർന്നു വരുന്നു എന്നത് ആശങ്കാജനകമായ കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ചെറുക്കടവ് ഗ്രാമപഞ്ചായത്ത് ജീവിതമാണ് ലഹരി എന്ന പേരിൽ ഒരു വിപുലമായ പ്രചരണ പരിപാടിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഞങ്ങൾ 250ഓളം ലഹരി വിരുദ്ധ യോഗങ്ങൾ ചെറുക്കടവ് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഹരി വിരുദ്ധ യോഗങ്ങളിലെല്ലാം കുട്ടികളെ അവരുടെ ലഹരി ഉപയോഗത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി രക്ഷകർത്താക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്രിന്റ് ചെയ്ത് ഓരോ ലഹരി വിരുദ്ധ അയൽക്കൂട്ടത്തിലും ഓരോ ലഹരി വിരുദ്ധ യോഗത്തിലും ഞങ്ങൾ വായിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സൈസിന്റെ ടോൾ ഫ്രീ നമ്പർ, ഒരുപക്ഷെ ജനങ്ങൾ ഈ ലഹരി ഉപയോഗത്തിനെ സംബന്ധിച്ചും ലഹരി വിനിമയത്തെ സംബന്ധിച്ചുമൊക്കെ വിവരങ്ങൾ അധികാരികൾക്ക് പകർന്നു കൊടുക്കാതിരിക്കാൻ കാരണം ഭയമുണ്ട്. അപ്പൊ ആ ഭയത്തിൽ നിന്നും അവരെ ഒഴിവാക്കിക്കൊണ്ട് രഹസ്യമായി തന്നെ അവർക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അധികാരികളെ കൈമാറുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളിലും അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിലുമെല്ലാം എക്സൈസിന്റെ ടോൾ ഫ്രീ നമ്പർ പ്രദർശിപ്പിക്കുകയും ഈ നമ്പറിൽ ലഭിക്കുന്ന വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. കൂടാതെ പഞ്ചായത്തിൽ തന്നെ ഞങ്ങളൊരു പരാതിപ്പെട്ടി വെക്കുകയാണ്. ആ പരാതിപ്പെട്ടിയിൽ മേൽവിലാസമോ ഫോൺ നമ്പറോ ഒന്നുമില്ലാതെ തന്നെ വെള്ളക്കടലാസിൽ അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ എഴുതി നിക്ഷേപിക്കുന്ന വിവരങ്ങൾ ആഴ്ചയിൽ ഞങ്ങൾ കളക്ട് ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളെ ഏൽപ്പിക്കുന്ന ഒരു വിപുലമായ പരിപാടിക്കും ഞങ്ങൾ രൂപം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള പുസ്തക വിതരണ പരിപാടിയും ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സ്ത്രീ ശാക്തീകരണ രംഗത്ത് എന്തൊക്കെ പദ്ധതികളാണ് ഉള്ളത്? അതുപോലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, ഈ സംരംഭങ്ങൾ തുടങ്ങാനുള്ള വായ്പകളൊക്കെ നൽകുന്നുണ്ടോ? ഏറ്റവും സന്തോഷകരമെന്ന് പറയുന്നത് കേരള വിഷൻ ന്യൂസ് സംഘടിപ്പിച്ച കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് നേടിയ സംരംഭങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. തീർച്ചയായിട്ടും 272ഓളം വരുന്ന കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ 20 വാർഡുകളിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവർക്കൊക്കെ നേതൃത്വം നൽകുന്നതിന് വേണ്ടി വാർഡ് തലത്തിൽ ADSകളും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലത്തിൽ CDSും മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. ഈ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള വിപുലമായ വായ്പാ സംവിധാനവും പരിശീലനവും നിരന്തരമായി ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ CDS മുഖാന്തരം കളക്ട് ചെയ്ത് അത് കൃത്യമായി കുറഞ്ഞ പലിശയ്ക്ക് സർക്കാരിന്റെ കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സ്വയം തൊഴിൽ സംരംഭത്തിന് വേണ്ടി സൗജന്യമായ പരിശീലനം കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി നിരവധി സംഘടിപ്പിച്ചു നൽകുന്നുണ്ട്.
ഇതിന്റെയൊക്കെ ഫലമായി ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ നിരവധി ചെറുകിട വ്യവസായ സംരംഭങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേരള വിഷന്റെ അവാർഡ് മേടിച്ചിട്ടുള്ള ചവിട്ട് നിർമ്മാണ യൂണിറ്റ് ഉദാഹരണമായി ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ, ഞങ്ങളുടെ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള LED ബൾബ് ഞങ്ങളുടെ ഒരു കുടുംബശ്രീ യൂണിറ്റ് ആണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചിപ്രോ LED ബൾബ് എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. ഇൻവെർട്ടർ ബൾബ് എടുക്കാം, ബൾബ് നിർമ്മാണ രംഗത്തേക്ക് ഞങ്ങൾ അതുവഴി കടന്നു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടലാസ് കൂട് നിർമ്മാണം മറ്റൊരു പദ്ധതിയായി ഞങ്ങൾ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. 20-ാം വാർഡിൽ നിരവധിയായിട്ടുള്ള ചെറുകിട സംരംഭങ്ങൾ, സോപ്പ് നിർമ്മാണം, അതോടൊപ്പം തന്നെ പശ നിർമ്മാണം അടക്കമുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂക്കൃഷിയുമായി ബന്ധപ്പെട്ട് നഴ്സറി നടത്തുന്ന യൂണിറ്റുകൾ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ചെറുകിട സംരംഭങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മാലിന്യ നിർമ്മാണ രംഗത്ത് മാലിന്യ നിർമ്മാർജ്ജനം എത്രത്തോളമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് ഔപചാരികമായി മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വർഷ കാലഘട്ടമായി നിരന്തരമായ പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാ വാർഡിലും ഹരിതകർമ്മസേന മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വാർഡിലും 2 മിനി MCFകൾ സ്ഥാപിച്ച് വീടുകളിൽ നിന്ന് ലഭിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ആ മിനി MCF കൊണ്ടുവരികയും അവിടുന്ന് തരംതിരിച്ച് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ചേപ്പംപാറയിൽ ഒരുക്കിയിരിക്കുന്ന വിപുലമായ, ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഒരു മേജർ MCF ഞങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ മേജർ MCFൽ കൊണ്ടുവന്ന് കൃത്യമായി തരംതിരിച്ച് ശേഖരിക്കുകയും അത് കൃത്യമായി ശാസ്ത്രീയപരമായി സംസ്കരിക്കുന്നതിന് വേണ്ടി കൈമാറുകയും ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അജൈവ മാലിന്യങ്ങൾ അപ്രകാരം കളക്ട് ചെയ്യുന്നുവെങ്കിൽ ജൈവ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമാണ് ഞങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും മാലിന്യ നിർമ്മാർജ്ജന ഉപാധികൾ, ജീബിൻ പോലെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ വിതരണം ചെയ്യുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 15 ലക്ഷം രൂപയുടെ ജീബിൻ വിതരണം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഈ സാമ്പത്തിക വർഷം 21 ലക്ഷം രൂപയുടെ ജീബിൻ ഞങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്നും ഈ ഉപാധികളുടെ വിതരണം ഗ്രാമപഞ്ചായത്തിൽ പോകും എന്ന് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ് വിറ്റ്, കമ്പോസ്റ്റ് വിറ്റ് എന്നിവയെല്ലാം സൗജന്യമായി നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ക്യാമറ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ വഴിയോ അല്ലാതെയോ കിട്ടുന്ന പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്നതിനെ സംബന്ധിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത്തരം ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ ഒരു കാര്യം ഒരു ആധുനികമായിട്ടുള്ള ടൗൺ ഹാളാണ്. അതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിലവിലുള്ള ടൗൺ ഹാൾ പൊളിച്ച് അവിടെ അത്യന്താധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു ടൗൺ ഹാൾ പണിയുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഞങ്ങൾ ഈ വർഷം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 20 കോടി രൂപ ചെലവിൽ അത്യന്താധുനിക സൗകര്യത്തോടു കൂടിയുള്ള ടൗൺ ഹാളാണ് പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുക. സാംസ്കാരിക വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആ ടൗൺ ഹാൾ ഉടൻ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് പാർക്കുകൾ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഞങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുടിവെള്ളം പൂർണ്ണമായിട്ടും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതികളുടെ പദ്ധതികളും ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കളിക്കളം, ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിർദ്ദേശമാണ്. അതനുസരിച്ച് ഇപ്പോൾ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ 4-ാം വാർഡിൽ ചേപ്പംപാറയിൽ മനോഹരമായ കളിക്കളത്തിന്റെ പൂർത്തീകരണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നഗര ഗ്രാമ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികളും ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, അഡ്വക്കേറ്റ് CR ശ്രീകുമാർ.